റിപ്പോർട്ടർ ബ്രേക്കിംഗ്. വട്ടിയൂർക്കാവ് മണ്ഡലത്തെ ചൊല്ലിയുള്ള BJPയിലെ തർക്കം തീരുകയാണ്. വട്ടിയൂർക്കാവ് വേണമെന്ന കെ സുരേന്ദ്രന്റെ ആവശ്യം ഔദ്യോഗിക പക്ഷം അംഗീകരിച്ചു. ആർ ശ്രീലേഖയെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കും. നേമത്ത് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ തന്നെയാകും സ്ഥാനാർത്ഥി. എ ക്ലാസ് മണ്ഡലങ്ങളിൽ മുതിർന്ന നേതാക്കളെ അണിനിരത്തിയാണ് BJP മത്സരത്തിനൊരുങ്ങുന്നത്. പകുതി സീറ്റിൽ ഈ മാസം സ്ഥാനാർത്ഥി നിർണയം നടത്തണമെന്നാണ് അമിത്ഷായുടെ നിർദ്ദേശം. ബി എസ് രഞ്ജിത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി. ബി എസ് രഞ്ജിത്ത്, വൺസ് അഗെയിൻ ഗുഡ് മോർണിംഗ്. വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. BJP വട്ടിയൂർക്കാവിന് ഒരുപാട് മോഹികൾ ഉണ്ടായിരുന്നു. കൃഷ്ണകുമാർ മുതൽ ശ്രീലേഖ വരെ. അതിനിടയിൽ ഇപ്പോൾ നറുക്കു വീണിരിക്കുന്നത് സുരേന്ദ്രനാണ്. വട്ടിയൂർക്കാവില്ലെങ്കിൽ വേറെ ഒരു കാവിലും ഞാനില്ല എന്നതാണ് കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നത്. അത് ഏകദേശം ശരിവെച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്നത് കെ സുരേന്ദ്രനായിരിക്കും, കഴക്കൂട്ടത്ത് മത്സരിക്കുന്നത് മുരളീധരനായിരിക്കും, നേമത്ത് മത്സരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖറായിരിക്കും, തിരുവനന്തപുരത്ത് സെൻട്രൽ മത്സരിക്കാൻ പോകുന്നത് ശ്രീലേഖയായിരിക്കും, തൃശ്ശൂരിൽ മത്സരിക്കുന്നത് MT രമേശ് ആയിരിക്കും. കാര്യങ്ങൾ ഏറെക്കുറെ ധാരണയായി അല്ലേ? തീർച്ചയായിട്ടും ഈ വട്ടിയൂർക്കാവിനെ ചൊല്ലിയുള്ള തർക്കം അത് അമിത്ഷാ പങ്കെടുത്ത കോർ കമ്മിറ്റിയിൽ വരെ എത്തിയതാണ്. കൃഷ്ണകുമാർ അമിത്ഷായുടെ മുമ്പിൽ വെച്ചാണ് പറഞ്ഞത്, കഴിഞ്ഞ 5 വർഷം മുമ്പ് എന്നോട് വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ ആവശ്യപ്പെട്ട് ഞാൻ അവിടെ ഓഫീസ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചതാണ്. ഇപ്പോൾ മറ്റൊരാളുടെ പേര് കേൾക്കുന്നു എന്ന് അമിത്ഷായുടെ മുമ്പിലാണ് കൃഷ്ണകുമാർ തുറന്നു പറഞ്ഞത്. അതൊരു സാഹസമായി പോയി. പ്രത്യേകിച്ച് കോർ കമ്മിറ്റി അംഗമല്ല കൃഷ്ണകുമാർ, എന്നിട്ടും അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചതിൽ പോലും തർക്കമുണ്ടായിരുന്നു. ഇപ്പോൾ വട്ടിയൂർക്കാവിന്റെ പേരിലുള്ള തർക്കം പരിഹരിക്കപ്പെടുകയാണ്. കെ സുരേന്ദ്രന്റെ അവകാശവാദത്തെ ഔദ്യോഗിക പക്ഷം രാജീവ് ചന്ദ്രശേഖർ അംഗീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖറിന്റെ തീരുമാനപ്രകാരം തന്നെ വട്ടിയൂർക്കാവിൽ കെ സുരേന്ദ്രൻ മത്സരിക്കും. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും. ഒരു പരസ്പര സഹകരണം 2 ഗ്രൂപ്പുകൾ തമ്മിൽ ഉണ്ടായില്ലെങ്കിൽ നേമത്ത് പാലം വലിക്കുമോ എന്ന് രാജീവ് ചന്ദ്രശേഖർ ഒരുപക്ഷെ ഭയപ്പെടുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് നേമത്ത് രാജീവ് ചന്ദ്രശേഖർ, വട്ടിയൂർക്കാവിൽ കെ സുരേന്ദ്രൻ, കഴക്കൂട്ടത്ത് വി മുരളീധരൻ, കാട്ടാക്കടയിൽ PK കൃഷ്ണദാസ്, തിരുവനന്തപുരം സെൻട്രലിൽ ആർ ശ്രീലേഖ ആവാനുള്ളൊരു സാധ്യത തെളിഞ്ഞു കാണുന്നു. തൃശ്ശൂരിൽ അതുപോലെ MT രമേശ് ആയിരിക്കും. ശോഭാ സുരേന്ദ്രന്റെ കാര്യത്തിൽ 2 മണ്ഡലങ്ങൾ കേൾക്കുന്നു. ഒന്നെങ്കിൽ ചെങ്ങന്നൂർ അല്ലെങ്കിൽ പാലക്കാട്ട് എന്നുള്ളതാണ്. ആലപ്പുഴയിലാണ് ശോഭാ സുരേന്ദ്രന് നിലവിൽ ക്ലെയിം ഉള്ളത്. അവിടെ അരൂരും കായംകുളത്തും ഒക്കെ പേര് കേട്ടിരുന്നെങ്കിലും 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ചെങ്ങന്നൂരിൽ തന്നെ മത്സരിക്കണമെന്ന് ശോഭാ സുരേന്ദ്രന്റെ പ്രധാനപ്പെട്ട ആവശ്യമുണ്ട്. അതോടൊപ്പം പാലക്കാട്ടും അവർക്ക് വലിയ താല്പര്യമുള്ള മണ്ഡലം തന്നെയാണ്. 2ഇടങ്ങളിലും അവരുടെ പേരുണ്ട് എന്നുള്ളതാണ്. ഏതായാലും പകുതി സീറ്റുകളിൽ 140 സീറ്റുകളിൽ പകുതി സീറ്റുകളിൽ ഈ മാസം തന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കണമെന്നാണ് അമിത്ഷാ പങ്കെടുത്ത കോർ കമ്മിറ്റിയിൽ അമിത്ഷാ സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശം. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി ചർച്ചകൾ വളരെ സജീവമായി പ്രത്യേകിച്ച് എ ക്ലാസ് മണ്ഡലങ്ങളായിട്ടുള്ള 34 മണ്ഡലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ അരുൺകുമാർ. ഓക്കെ, വി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ 5-6 ഇടങ്ങളിലെ സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ധാരണ വന്നു. അതേപോലെ കാട്ടാക്കടയിൽ മത്സരിക്കാൻ പോകുന്നത് കൃഷ്ണദാസ് ആയിരിക്കും. അപ്പോൾ ഏകദേശം തീരുമാനമായി വരുന്നു. മുതിർന്ന നേതാക്കൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളുടെ കാര്യത്തിലേക്ക് ഒരു ചിത്രം തെളിഞ്ഞു വരുന്നു. ചെങ്ങന്നൂരിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ ഇറങ്ങിയാൽ, വട്ടിയൂർക്കാവിൽ കെ സുരേന്ദ്രൻ മത്സരിക്കാൻ ഇറങ്ങിയാൽ, നേമത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കാൻ ഇറങ്ങിയാൽ, കഴക്കൂട്ടത്ത് മുരളീധരൻ മത്സരിക്കാൻ ഇറങ്ങിയാലൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ BJP കേന്ദ്രങ്ങൾ കണക്ക് കൂട്ടുന്നത്. ഇവരുടെ കടുത്ത മത്സരങ്ങൾ ഉണ്ടാവുമെന്നത് ഉറപ്പാണ്.